എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ നാറാണത്ത് ഭ്രാന്തനുമായി ബന്ധപ്പെട്ട കഥകൾ നമ്മൾ കേട്ടു. ഭദ്രകാളിയും ദുർഗാഭഗവതിയും അമ്പലപ്പുഴ കൃഷ്ണനും ഒക്കെ അദ്ദേഹത്തെ അനുഗ്രഹിച്ച കഥകൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ കേട്ടു. ഈ കഥകളിൽ നിന്നൊക്കെ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് എന്താണ്? അദ്ദേഹം ഈ ലീലകളൊക്കെ നടത്തി നമ്മളെ, ഇന്നത്തെ ഈ സമൂഹത്തെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിച്ചത്? നമ്മൾ ആ പാഠങ്ങൾ പൂർണ്ണമായിട്ടും പഠിച്ചിട്ടുണ്ടോ എന്നാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മളൊന്ന് വിലയിരുത്താൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ആ ആചാര്യൻ ചെയ്തിരുന്ന ഒരു പ്രവണതയാണ് അതികാലത്ത് എഴുന്നേറ്റ് ഉയർന്ന മലനിരകളിലേക്ക് വലിയ ഭാരമുള്ള ഉരുളൻ പാറക്കഷ്ണങ്ങൾ ഉരുട്ടി കയറ്റുക എന്നുള്ളത്. ഓരോ സമയത്തും വലിയ തരത്തിൽ പ്രയാസപ്പെടുന്നുണ്ട്. അദ്ദേഹം ശാരീരികമായിട്ട് പലതരത്തിലുള്ള അവശതകളും നേരിടുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കാലിൽ മന്ത് എന്ന് വിളിക്കപ്പെടുന്ന അസുഖം ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ വേണ്ടെന്ന് വെച്ച് ഈ പൊരി വെയിലത്ത് വലിയ വലിയ മലകളിലേക്ക് വലിയ വലിയ പാറക്കഷ്ണങ്ങൾ ഇങ്ങനെ ഉരുട്ടി കയറ്റുന്ന നാറാണത്ത് ഭ്രാന്തനെയാണ് ആളുകളെല്ലാവരും കണ്ടിരുന്നത്. ഏതാണ്ട് സന്ധ്യാസമയത്തോടു കൂടിയാണ് അദ്ദേഹം ആ യജ്ഞം അവസാനിപ്പിച്ചിരുന്നത്. ആ സമയത്താണ് ഏതാണ്ട് ഈ പാറക്കല്ല് ആ മലയുടെ ഏറ്റവും മുകളിൽ എത്താനുള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യാനുള്ള പ്രവർത്തനം, ഇത്ര നേരം ഏതൊരു കല്ലിനെയാണോ അദ്ദേഹം മുറുകെ പിടിച്ചിരുന്നത്, ഇത്ര നേരം ഏതൊരു ഭാരത്തെയാണോ അദ്ദേഹം കഷ്ടപ്പെട്ട് ചുമന്നിരുന്നത്, ഇത്ര നേരം ഏതൊരു പ്രവർത്തനം വിജയിപ്പിക്കാനാണോ അദ്ദേഹം ഈ പകലന്തിയോളം കഷ്ടപ്പെട്ടത്, ആ വലിയ പാറക്കല്ലിനെ വീണ്ടും ആ കുന്നിൻ ചെരുവിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ് രണ്ട് കൈകളും ഉറക്കെ കൊട്ടി അട്ടഹസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാവം നമുക്കൊക്കെ സങ്കല്പിക്കാൻ സാധിക്കണം. എന്തിനാണ് ആ മഹാത്മാവ് ഈ ഒരു ലീല നമുക്ക് കാണിച്ചു തന്നത്? ഇത്രയാണ് ജീവിതത്തിൻ്റെ ഒരു നിരർത്ഥകത, ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പഠിപ്പിക്കാൻ ഇതിലും വലിയ പാഠം ഉണ്ടായിരുന്നില്ല എന്നാണ്. നമ്മളെല്ലാവരും ചെയ്യുന്നത് ഇത് തന്നെയാണ്. പലതരത്തിലുള്ള കർമ്മപ്രാരാബ്ധങ്ങളെ ആയുസ് തീരുന്നത് വരെ ഒപ്പം കൊണ്ടുവന്ന് ഒരിക്കൽ ഇതൊന്നും സ്വീകരിക്കാതെ കയ്യും വീശി തിരിച്ചു പോവുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മം. അതിനിടയിൽ സമ്പാദിച്ചതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല, നമ്മുടെ കൂടെ കൂടിയവരെ ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഈ ശരീരം പോലും, ഈ ശരീരത്തിലിരിക്കുന്ന വസ്ത്രം പോലും നമുക്ക് സ്വന്തമല്ല. ഇതൊക്കെ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ടാണ് ഇതിനകത്തിരിക്കുന്ന ആത്മാവ് ആ ലോകങ്ങളെ തേടി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നിരർത്ഥകതയെ കാണിക്കാനാണത്രേ അദ്ദേഹം ഈ ലീല ചെയ്തിരുന്നത്. എന്തൊക്കെ തരത്തിലാണ് ആളുകൾ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്, ഏതൊക്കെ തരത്തിലാണ് ആളുകൾ ബന്ധങ്ങളെ മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ ഈ ബന്ധമോ ഈ പണമോ ഒന്നും ശാശ്വതമല്ല. ഇതൊക്കെ ഒരു കാലത്ത് കൈവിട്ട് കളയേണ്ടി വരും. ആ കൈവിട്ട് കളയുന്നത് വരെ ഇതിനെ ഇങ്ങനെ സഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യജന്മം. ഇങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണിച്ചു തരാൻ ഇതിനേക്കാൾ മഹത്തരമായിട്ടൊരു ലീല വേറെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. എവിടെ ചെന്നാലും കിട്ടുന്ന സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെടാൻ അദ്ദേഹം പഠിപ്പിച്ചു. എവിടെയാണോ ചെന്നെത്തുന്നത് അവിടെ അഗ്നിയും കല്ലുള്ള സ്ഥലത്ത് അടുപ്പ് കൂട്ടി ഭക്ഷണം ഉണ്ടാക്കി അവിടെ തന്നെ കിടന്നുറങ്ങി യാത്ര തുടരാൻ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. ഏത് സാഹചര്യത്തിലും ജീവിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ ബോധത്തെ, ഏത് സാഹചര്യത്തെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനുഷ്യൻ്റെ ബോധത്തെയാണ് ആ ലീലയിലൂടെ ആ മഹാത്മാവ് നമ്മളെ പഠിപ്പിച്ചത്. ഇങ്ങനെ ഓരോ തവണയും അദ്ദേഹം പഠിപ്പിച്ച പാഠങ്ങളെ വലിയ അർത്ഥത്തോടു കൂടി നോക്കിക്കാണാൻ നമുക്ക് ശേഷം വരുന്ന തലമുറയ്ക്കും സാധിക്കണം. അപ്പോഴാണ് ഈ ഭ്രാന്തൻ എന്നുള്ള വിളിയിൽ നിന്നൊക്കെ ആചാര്യൻ അല്ലെങ്കിൽ ഗുരു എന്നുള്ള സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നമ്മളുടെ മനസ്സിൽ ഉയരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളുകളെയൊക്കെ തന്നെ നമ്മൾ ഇന്ന് പലപ്പോഴും ഇതുപോലെ ചിത്രീകരിക്കുന്ന രീതി കാണാറുണ്ട്. ആധ്യാത്മികതയുടെ മഹത്വങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ സാധനാ മാർഗങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന അവധൂത സ്വഭാവത്തിലുള്ള ആചാര്യന്മാർ സനാതന ധർമ്മത്തിൽ ഇന്നുമുണ്ട്. അന്ന് നാറാണത്ത് ഭ്രാന്തനെ കളിയാക്കിയതുപോലെ ഇന്ന് നമ്മൾ പലരും അത്തരത്തിലുള്ള മഹാത്മാക്കളെ കളിയാക്കി നമ്മുടെ കാലം കഴിച്ചു പോരുന്നു. അവരെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ മനുഷ്യരെ ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ കേരളീയ ഭൂമിയിൽ വന്ന് ജനിച്ച് അദ്ദേഹത്തിൻ്റെ മഹത്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളെ മുഴുവൻ പേരെയും വലിയ വലിയ പാഠങ്ങൾ പഠിപ്പിച്ച ആ നാറാണത്ത് ഭ്രാന്തൻ എന്ന് വിളിക്കപ്പെടുന്ന ആചാര്യനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്
അദ്ദേഹത്തെക്കുറിച്ച് ഈ ഒരാഴ്ചക്കാലം മുഴുവൻ അനുസ്മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് തന്നതിന് ആ ദുർഗാ ഭഗവതിയെ നമസ്കരിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. അടുത്ത ഒരു അധ്യായത്തിൽ പുതിയ കഥകളുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.